നിയുക്ത മുഖ്യമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ കൂടി പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പൈലറ്റും എസ്കോർട്ടും അടക്കം വേണ്ട എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും പോലീസ് അംഗീകരിച്ചില്ല. അപ്പോൾ അകമ്പടി വാഹനം ഒഴിവാക്കിക്കൊണ്ട് പൈലറ്റും എസ്കോർട്ടും മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ക്ലിഫ് ഹൗസും മറ്റ് മന്ത്രിമന്ദിരങ്ങളും അധികം മോടി പിടിപ്പിക്കേണ്ട എന്ന നിർദ്ദേശമാണ് നിയുക്ത മുഖ്യമന്ത്രി നൽകുന്നത്. വൻ തുക ചെലവിൽ മോടി പിടിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ചില്ലറ അറ്റകുറ്റപ്പണികൾ മാത്രം മതി എന്നുള്ള നിർദ്ദേശമാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. സെയ്ഫ് സൈലാബ്ദീൻ തുടരുന്നുണ്ട്. സെയ്ഫ്, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പണമൊക്കെ മുടക്കി, വലിയൊരു തുകയൊക്കെ മുടക്കി, ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഖജനാവിന്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല, അപ്പോൾ വലിയ തുകയൊക്കെ മുടക്കി അങ്ങനെ വലിയ ലാവിഷായി ലക്ഷൂറിയസ് ആയിട്ടൊന്നും നിൽക്കേണ്ട, തൽക്കാലം ചില്ലറ അറ്റകുറ്റപ്പണി ഓട്ടയടക്കലൊക്കെ മതി എന്നുള്ളതാണോ തീരുമാനം? അതെ ജിൽസി, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയിൽ നമ്മൾ കണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് എന്ന വാചകം പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഉന്നയിക്കുന്നതായിരുന്നു. അതിനൊപ്പം തന്നെ ഈ പണം പിരിച്ചെടുക്കുന്നതിൽ സർക്കാരിന് വരുത്തിയ വീഴ്ചകളെക്കുറിച്ച് അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ അവിടെ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം, അതുപോലെ തന്നെ കാലിത്തൊഴുത്ത് അടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ വി ഡി സതീശൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഡി സതീശന് ആ പഴയ വാക്കുകൾ മറന്നു കളയാൻ കഴിയില്ല. ശൈലി മാറുന്നു എന്നുള്ള സൂചനകൾ അദ്ദേഹം ഇന്നലെ തന്നെ നൽകിയിരുന്നു. അധിക വാഹനങ്ങൾ വേണ്ട എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ക്ലിഫ് ഹൗസിൽ ഒരുപാട് മോടി പിടിപ്പിക്കലൊന്നും വേണ്ട. സാധാരണഗതിയിൽ ഒരു സർക്കാർ മാറി പുതിയ സർക്കാരും പുതിയ മുഖ്യമന്ത്രിയും വരുമ്പോൾ എല്ലാ മന്ത്രിമന്ദിരങ്ങളും, ക്ലിഫ് ഹൗസ് അടക്കമുള്ള എല്ലാ മന്ത്രിമന്ദിരങ്ങളും പണിയാറുണ്ട്. അത് പൊതുമരാമത്ത് വകുപ്പാണ് ഇപ്പോൾ അതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് വേണ്ടി ചെയ്യുന്നത്. അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അങ്ങനെ അധികം മോടി പിടിപ്പിക്കലൊന്നും വേണ്ട. അത്യാവശ്യം താമസിക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിഹരിച്ചാൽ മാത്രം മതി. അല്ലാതെ ഒരുപാട് പണം ചെലവഴിച്ചുള്ള ധൂർത്തും അതുപോലെ തന്നെ മോടി പിടിപ്പിക്കലും വേണ്ട. അത് ക്ലിഫ് ഹൗസിൽ മാത്രമല്ല, എല്ലാ മന്ത്രിമാരുടെ വീട്ടിലും അത്യാവശ്യം ആൾക്കാർ കഴിഞ്ഞ 5 വർഷം ആൾക്കാർ താമസിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം പരിഹരിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് കടന്ന് കൂടുതൽ പണം ചെലവാക്കിയുള്ള മോടി പിടിപ്പിക്കൽ വേണ്ട എന്നുള്ള നിർദ്ദേശവും നിയുക്ത മുഖ്യമന്ത്രിയായ വി ഡി സതീശൻ സർക്കാരുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രിമന്ദിരങ്ങളുടെ മോടി പിടിപ്പിക്കൽ ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ക്ലിഫ് ഹൗസിൻ്റെ പണി ആരംഭിച്ചിട്ടില്ല. അത് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം മാറിയത്, പിണറായി വിജയൻ അവിടെ നിന്ന് മാറിയത്. അതിൻ്റെ പണിയും വരും ദിവസങ്ങളിൽ തന്നെ തുടങ്ങുകയും ചെയ്യും ജിൽസി.